ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്രയ്ക്ക് ലഭിക്കുന്ന സീറോ ടിക്കറ്റ് കളയാതെ വെച്ചാൽ കാര്യമുണ്ട്. സീറോ ടിക്കറ്റുകൾ നറുക്കിട്ട് സമ്മാനം നൽകുന്ന പദ്ധതിയാണ് ഗതാഗത വകുപ്പ് ആലോചിക്കുന്നത്. ഇന്നലെ പ്രിയദർശിനി സൗജന്യ യാത്ര ഉദ്ഘാടന വേളയിൽ ടിക്കറ്റുകൾ കളയരുത് എന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞിരുന്നു. ടിക്കറ്റ് മെഷീനിലെ പേപ്പർ റോളടക്കം ഒരു ടിക്കറ്റിന് ചെലവ് വരുന്നത് 13 പൈസയാണ്. ഇത് പരിഹരിക്കുന്നതോടൊപ്പം KSRTCക്ക് നല്ലൊരു വരുമാനം കൂടി ലഭിക്കാൻ ടിക്കറ്റിന് പിന്നിൽ പരസ്യം പതിക്കും. ഈ പരസ്യദാതാവ് തന്നെ സമ്മാനവും സ്പോൺസർ ചെയ്യുന്ന തരത്തിലാണ് ആലോചന. ടിക്കറ്റ് സ്ത്രീകൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിലൂടെ പരസ്യം വീടുകളിലേക്ക് കൂടി എത്തിക്കാനാണ് ആലോചന. ഇത് പരസ്യദാതാവിനും നേട്ടമാകും. പരസ്യം ടിക്കറ്റുകളിൽ അച്ചടിക്കുന്നതിനായി KSRTC ഉടൻ ടെൻഡർ ക്ഷണിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രിയദർശിനി പദ്ധതി ആരംഭിച്ച തിങ്കളാഴ്ച KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധന. ഇത് സ്വകാര്യ ബസ്സുകളിൽ കളക്ഷൻ ഇടിയാൻ കാരണമായി. ബജറ്റിൽ സ്വകാര്യ ബസ് മേഖലയ്ക്ക് അനുകൂലമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘടനകൾ. KSRTC ഓർഡിനറി ബസ്സിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയെ അപേക്ഷിച്ച് 6 ലക്ഷത്തോളം സ്ത്രീ യാത്രക്കാർ അധികമായി ഇന്നലെ യാത്ര നടത്തിയെന്നാണ് കണക്ക്. തിങ്കളാഴ്ച KSRTC ഓർഡിനറി ബസ്സിൽ ആകെ യാത്ര ചെയ്തത് 13,29,938 സ്ത്രീകളാണ്. ഇതിൽ സീറോ ടിക്കറ്റിൽ യാത്ര ചെയ്തത് 7,83,115 വനിതാ യാത്രക്കാരാണ്. പദ്ധതി ആരംഭിച്ച 10 മണിക്ക് മുമ്പ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തവരാണ് ബാക്കി. പ്രിയദർശിനി പദ്ധതി തരംഗവും ഇന്നലെ ആദ്യ ദിനമായതും സ്വകാര്യ ബസ്സുകളുടെ കളക്ഷൻ ഇടിയാൻ കാരണമായിട്ടുണ്ട്. 60% സ്ത്രീ യാത്രക്കാരെയും നഷ്ടപ്പെട്ടുവെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ കണക്കുകൂട്ടൽ. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി കൂടിയായ ചങ്ങനാശ്ശേരിയിൽ 160-ലധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ KSRTCയാണ് ഓടുന്നത്. കോട്ടയം തിരുവല്ല MC റോഡും വാഴൂർ റോഡിലുമുള്ള കിഴക്കൻ മേഖലയും പത്തനംതിട്ട ജില്ലയിലേക്കുള്ള കവിയൂർ റോഡുമാണ് സ്വകാര്യ ബസ്സുകളുടെ പ്രധാന വരുമാന റൂട്ട്. റൂട്ടിൽ സർവീസ് നടത്തിയ പല സ്വകാര്യ ബസ്സുകളിലും ഇന്നലെ സ്ത്രീ യാത്രക്കാരുടെ തിരക്കധികം കണ്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ പുതിയ ബജറ്റിൽ സ്വകാര്യ ബസ് മേഖലയ്ക്ക് അനുകൂലമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സ്വകാര്യ ബസ് സംഘടനകളുടെ പ്രതീക്ഷ. വിദ്യാർത്ഥികളുടെ സൗജന്യ യാത്രാ നിരക്ക് 5 രൂപയായി വർദ്ധിപ്പിക്കുക, നികുതി ഭാരം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സ്വകാര്യ ബസ് ഉടമകൾ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന് അവതരിപ്പിക്കുകയാണ്. ബജറ്റിലും വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരുന്നു. ബജറ്റിനെ കുറിച്ചുള്ള പൊതുജനത്തിന്റെ പ്രതീക്ഷകൾ അറിയാം നമുക്ക്. വിവേക് കീർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് VD സതീശൻ അടുത്ത ദിവസം അവതരിപ്പിക്കുകയാണ്. വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്നുവെന്ന വസ്തുതകൾ നിലനിൽക്കുമ്പോഴും കേരള ജനത ഈ ബജറ്റിനെ വളരെ പ്രതീക്ഷയോടാണ് നോക്കിക്കാണുന്നത്. അവരുടെ നിത്യ ചെലവുകൾക്ക് പരിഹാരമാകുമോ? എന്തൊക്കെയാണ് കേരള ജനതയുടെ പ്രതീക്ഷകളെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഞാൻ പ്രതീക്ഷ ഈ മലയോര മേഖലയിൽ ഈ ആനകളെയും സിംഹത്തിനെയും പുലിനെയും പേടിച്ച് ജീവിക്കുന്ന ആളുണ്ടാവുമല്ലോ, അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക. അതിന് നമുക്ക് അറിയാം. വീടില്ലാത്ത ആൾക്ക് വീട്, ജോലി ഇല്ലാത്ത ആൾക്ക് ജോലി. അത് സതീശൻ ചേട്ടൻ ചെയ്യുകയും ചെയ്യും. മോഡിഫിക്കേഷൻ വർക്ക്സിൻ്റെ ആണെങ്കിലും പിന്നെ പോരാതെ കുറേ കൂടുതൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സ് വരുന്നതാണെങ്കിൽ കൂടുതൽ യുവാക്കൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ പോർട്ട് തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അതേപോലുള്ള സീ സൈഡുകളെല്ലാം കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ കൂടുതൽ ജോലി അവസരങ്ങൾ വരുവാണ്, തൊഴിലവസരങ്ങൾ വരിക. ഇപ്പോൾ ഈ ഓർഡിനറി ബസ്സൊക്കെ തന്നെ ഇപ്പോൾ പല ഭാഗത്തും സിറ്റി ബസ്സാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ പുതിയ ബഡ്ജറ്റ് നമുക്ക് നോക്കി കാണാം. പ്രതീക്ഷ ഉണ്ട്. പ്രഖ്യാപനങ്ങൾ പുറത്ത് വന്നിട്ട് പറഞ്ഞാൽ പോരെ, എന്താണ് വരടേന്ന് നമുക്കറിയില്ലല്ലോ. ഇതിപ്പോൾ KSRTC ഇപ്പോൾ സൗജന്യം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ കരുതി ഇതൊക്കെ വെറുതെ പറഞ്ഞാണെന്ന്. പ്രാബല്യത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആ കാര്യം സത്യമായി. അത് നന്ദിയുണ്ട്, സതീശനോട് നന്ദി പറഞ്ഞിട്ട്. ഞങ്ങളൊക്കെ പെൻഷനേഴ്സാണ്, വല്ല പെൻഷനൊക്കെ കൂടി ഞങ്ങളുടെ മെഡിസെപ്പ് അതൊന്നും വേണ്ട. അതൊന്നും ഒരു ഗുണം. ഞാൻ പെൻഷൻ പറ്റിയിട്ടാണ് 20 കൊല്ലമായി. 10 പൈസയുടെ ഗുണം എനിക്ക് കിട്ടിയിട്ടില്ല. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.